തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള ഹിയറിംഗ് സമയം ഇന്ന് അവസാനിക്കും. 122 നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്നലെ വരെ ഹിയറിംഗ് പൂർത്തിയായത്. എല്ലാവരുടെയും ഹിയറിംഗ് നടത്തി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഹിയറിംഗിലൂടെ 39,297 പേർ പുറത്തായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള ഹിയറിംഗിന്റെ സമയം ഇന്ന് പൂർത്തിയാവുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നു എന്നത് തന്നെയാണ്. 122 മണ്ഡലങ്ങളിലെ ഇതിനോടകം തന്നെ നിയോജക മണ്ഡലങ്ങളിൽ ഇതിന്റെ നോട്ടീസ് അടക്കമുള്ള നോട്ടീസ് നൽകിക്കൊണ്ടുള്ള ഹിയറിംഗ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇനി 16 നിയോജക മണ്ഡലങ്ങളിൽ കൂടി ഈ ഹിയറിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന്റെ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇതിനോടകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി ഹിയറിംഗ് പൂർത്തീകരിക്കാനുള്ള 16 മണ്ഡലങ്ങളിൽ കൂടി വളരെ വേഗത്തിൽ ഹിയറിംഗ് നടപടികൾ പൂർത്തീകരിക്കും എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആർക്കും അവരുടെ വോട്ടർ അവകാശം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള പരിഷ്കരണ നടപടികൾക്കാണ് നേതൃത്വം നൽകുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 39,297 പേർ ഇതുവരെയുള്ള ഹിയറിംഗിൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം അടക്കം അദ്ദേഹം നൽകിയിട്ടുണ്ട്. കാരണം 4,217 പേരാണ് എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. 1,630 പേർ അവർ വിദേശ പൗരത്വം സ്വീകരിച്ചവരാണ്. ഒപ്പം തന്നെ 33,450 പേർ അവർ താമസം മാറിപ്പോയവരാണ് എന്ന കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. എന്തുതന്നെയായാലും മതിയായ കാരണങ്ങൾ കൃത്യമായ പരിശോധനയിലൂടെയും പട്ടികയിലൂടെയും കൃത്യമായ ഒരു വോട്ടർ പട്ടിക സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രക്രിയ. ആ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇനി അവശേഷിക്കുന്ന 16 മണ്ഡലങ്ങളിൽ കൂടി വളരെ കുറച്ച് മാത്രമാണ് ഹിയറിംഗ് നടപടികൾ പൂർത്തീകരിക്കാനുള്ള. അവ കൂടി ഉടൻ തന്നെ പൂർത്തീകരിക്കും. അതിനുശേഷം ഈ ആദ്യ പട്ടിക തന്നെ പുറത്തുവിടും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 27-ാം തീയതിയോട് കൂടി പട്ടിക പുറത്തുവിടുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തുതന്നെയായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പുകൾ അടക്കമുണ്ട് എങ്കിൽ തന്നെയും അവയൊക്കെയും വളരെ വേഗത്തിൽ തന്നെ ചർച്ചകളിലൂടെ പരിഹരിച്ചുകൊണ്ട് ആണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. 17-ാം തീയതി പ്രത്യേക പാർട്ടികളുടെ യോഗം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിട്ടുണ്ട്. ആ 17-ാം തീയതി യോഗത്തിന് ശേഷമായിരിക്കും ആദ്യ വോട്ടർ പട്ടിക, ഇത്തരത്തിലുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ആദ്യ വോട്ടർ പട്ടിക പുറത്തിറക്കുക. എന്തുതന്നെയായാലും അത് വളരെ വേഗത്തിൽ തന്നെ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഇനി 16 മണ്ഡലങ്ങളിൽ കൂടി 122 മണ്ഡലങ്ങളിൽ പൂർത്തീകരിച്ചു. 16 മണ്ഡലങ്ങളിൽ കൂടിയാണ് ഇവയുടെ ഹിയറിംഗ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. അതും വളരെ വേഗത്തിൽ കഴിയും എന്നാണ് കഴിയുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുള്ളത്.